ആഹാ, എനിക്ക് ഈ നാട് നശിപ്പിക്കണം. എവിടെ ആളുകൾ? ഇവരൊക്കെ എന്നെ നശിപ്പിച്ച് എനിക്ക് എൻ്റെ ഈ നാട് എൻ്റെ രാജ്യമാക്കി മാറ്റി. എനിക്ക് ഈ നാട് വേണം. ഞാൻ എന്തോ ചെയ്യും അതിനു വേണ്ടി. അല്ല ഗായസുള്ള കഫിനസുള്ള സ്വാഗതം. നമ്മൾ രാവിലെ ചായ അടിച്ചിരിക്കുകയാണ് ഗായസ്. നല്ല ക്ഷീണമുണ്ട്. ആരാ വിളിച്ചിട്ടുണ്ടല്ലോ? ഓക്കെ 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 അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഡെവിൽ സൂപ്പർമാൻ ആകിയിട്ട് നമുക്ക് അവനെ തോൽപ്പിക്കണം ഗായ്സ്. അത് നമ്മളെ കയ്യില്ല. അതുകൊണ്ട് നമ്മൾ ചലഞ്ച് ഇടുന്നതാണ് അവൻ പറഞ്ഞത്. നമുക്ക് ഇത്രയും പെട്ടെന്ന് ചലഞ്ച് ചെയ്യാം. ഫസ്റ്റ് ചലഞ്ച് അറിയില്ല. നമുക്ക് അവനൊന്ന് വിളിച്ച് നോക്കാം ഗായ്സ്. ഫസ്റ്റ് ഒന്ന് വിളിക്കണേ. വിളിച്ച് വെച്ച് നോക്കാം. ഫോൺ ഓക്കെ 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 നമ്മൾ പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് ചലഞ്ച് പറഞ്ഞത് പോലീസിനെ കൊല്ലാനാണ് ഗായ്സ്. നമ്മൾ എന്ത് ചെയ്ത് എത്രയും പെട്ടെന്ന് പോലീസിനെ കൊല്ലാം. ഇവിടെ ഇനി പോലീസിനെ കൊല്ലാം. ഇപ്പോൾ നമ്മളിവിടെ പോലീസ് സ്റ്റേഷനിൽ മിക്കവാറും ഒരു പോലീസ് ഉണ്ടാവുള്ളൂ. അങ്ങോട്ടാ പോകുന്നത് നമ്മൾ. ഏതോ ഒരു പോലീസുള്ളൂ. പിന്നെ ഒരു വെടിക്കുണ്ടാവും മിക്കവാറും. ചത്തു. നമുക്ക് എത്രയും പെടുന്നു പോവാം. നമുക്ക് അടുത്ത ചലഞ്ച് ഒന്ന് അവനോട് ചോദിച്ചു നോക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് അടുത്ത ചലഞ്ച് ചോദിച്ചു നോക്കാം. അടുത്ത ചലഞ്ച് ഓക്കെ 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 മനസ്സിലായി. ആ റാമ്പല്ലേ? ഓക്കെ. അവൻ പറഞ്ഞത് അവിടെ റാമ്പുണ്ട്. അത് നമ്മൾ ചാടിക്കിടക്കാനാണ്. പണി കിട്ടി. നമ്മളങ്ങനെ റാമ്പ് ചെയ്ത് പോവാറൊന്നും ഇല്ല. അതായത് നമ്മളെ നാടിനാണ്ട് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ആ റാമ്പ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇനി നമ്മൾ ഇങ്ങനെ പോയെന്ന് എത്തൂല തോന്നുന്നു. ബാക്കിലെത്തിയ വണ്ടിയിൽ നോക്കട്ടെ. ഓക്കെ, ബാക്കിൽ വണ്ടി ഉണ്ട് ഗായ്സ്. ഒരു പച്ച ആ വണ്ടി എടുക്കാൻ എത്തണില്ലല്ലോ ഈ വണ്ടി. വണ്ടിയിട്ട് തന്നെ പോകേണ്ടിരുന്നത്. അങ്ങനെ നമ്മളെത്തി. ഇതിന് വണ്ടിയല്ല ഇയാളെ ഇറക്കേണ്ടി വരും. എൻ്റെ നമ്മളൊരു തൊടലോണ്ട് തെറിച്ചാണ് പോവുക. നമുക്ക് ഇനി എത്രയും പെട്ടെന്ന് റാമ്പിൻ്റെ അടുത്ത് പോകാം ഗായ്സ്. നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് മുമ്പേ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക കേട്ടോ ഗൈസ്. ഈ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യുക. ഞങ്ങൾ ഗിഫ്റ്റൊക്കെ തരുന്നതേക്കണം. ഒരു ഗിഫ്റ്റൊക്കെ ഉണ്ട്. നല്ല ഒരു കമൻറ്റ് ചെയ്തവർക്ക്, നല്ല ലൈക്ക് ഇട്ടവർക്ക് ഗിഫ്റ്റും ഉണ്ടാവും കേട്ടോ ഗൈസ്. ഗിഫ്റ്റ് ഞാൻ ഇപ്പം പറയണില്ല, ഞാൻ കഴിയുമ്പോൾ തരണ്ട് കേട്ടോ ഗൈസ്. ആകുമ്പോൾ തരണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒന്ന് വിളിച്ചു നോക്കട്ടെ അവനെ. ഓക്കെ മനസ്സിലായി. അവൻ പറഞ്ഞത് 1 മണിക്കൂർ കൊണ്ട് ചെയ്തിട്ട് നമ്മൾ നാട് നശിക്കും ഗായ്സ്. നമുക്ക് എത്രയും പെട്ടെന്ന് റാമ്പിൻ്റെ അടുത്ത് എത്തിയിട്ടേ കാര്യമുള്ളൂ ഗായ്സ്. നമുക്ക് എത്രയും പെട്ടെന്ന് റാമ്പിൻ്റെ അടുത്തെത്താം. നമ്മൾ റാമ്പവിടെ മുന്നിൽ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് റാമ്പ് ഇതവിടെ, അത് നമുക്ക് ചാടിക്കെടുക്കണം. നമ്മൾ മാജിക് ഫോൺ എടുത്ത് നമുക്ക് നമ്പർ അടിച്ചാൽ മാജിക് ഫോൺ എങ്ങനെ കിട്ടുക വെച്ചാൽ, നമുക്ക് നമ്മളെ ഹൾക്കിൻ്റെ പവർ ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു. ജ്യൂസ് കുടിച്ചപ്പം നമുക്ക് ഈ പവർ കിട്ടി. അതിൻ്റെ ഇപ്പോൾ ഒരു ഫോൺ നമുക്ക് കിട്ടി. അതാണ് ഈ മാജിക് ഫോൺ. അതിൽ നമ്പർ അടിച്ചാലൊക്കെ നമുക്ക് ഇതൊക്കെ കിട്ടും, വണ്ടികളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഇനി 3000 ആണ് നമ്മുടെ ഇതിൻ്റെ നമ്പർ കേട്ടോ ഗായ്സ്. നിഞ്ച X2 ആണ്. നമുക്ക് ഇനി 3000 അടിച്ച് നമുക്ക് നിഞ്ച കിട്ടിയിരുന്നു. നമുക്ക് ഇനി നിഞ്ച എടുക്കാം. അതാണ് നിഞ്ച എടുത്തത്. നമുക്ക് റാമ്പ് എന്ന് വെച്ചാൽ ഇതിൽ ഒരു വട്ടം മാത്രമേ ചെയ്യാനുള്ളൂ. ഇനി വെറും 40 മിനിറ്റ് ഉള്ളൂ ഗായ്സ്. 40 ഇത് തന്നെ ചാടിക്കിടക്കാൻ ഒരു 20 മിനിറ്റ് ഉണ്ടാവും. ഒരു വട്ടം മാത്രം ചെയ്യാൻ, രണ്ടാമത്തെ വട്ടം ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേനും അവൻ നാട് നശിപ്പിക്കും. രണ്ടാമത്തെ ചെയ്താൽ നമ്മളത് കണക്ക് കൂട്ടില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാം. അതാ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ വിജയിച്ചു ഗായ്സ്. നമ്മൾ ജയിച്ചു. ഇനി നമുക്ക് ബൈക്കും അവിടെ സൈഡാക്കിയിട്ട്
പോകണം ഇവിടുന്ന്, ഇത്രയും പെട്ടെന്ന് പോകാം. നമ്മളിതാ അയ്യോ എന്നെ ഇടിച്ചു, എത്തു പറ്റി എനിക്ക്, അതെന്നെ ഇടിച്ചു. പക്ഷേ എൻ്റെ ഹെൽത്ത് കുറഞ്ഞില്ല. നമുക്ക് അത്ര പവറുണ്ട് ഗൈസ്, നമുക്ക് അത്ര കഴിഞ്ഞ് ഇവിടുന്ന് ഒരു ചാട്ടണ്ട് ചാടിയിട്ടൊന്ന് വിളിച്ച് ചോദിച്ചാൽ കഴിഞ്ഞാൽ ചലഞ്ച് ഉണ്ടോയെന്ന്. കാരണം കഴിഞ്ഞാൽ ചലഞ്ച് ഉണ്ടാവുകയോ വെറും 20 മിനിറ്റ് ഗൈസ്. 20 പറഞ്ഞാൽ 20. നമുക്ക് ഇനി എത്രയും ഇവിടുന്ന് അവനെ പിടിക്കാം, ഇത്രയും പറഞ്ഞാൽ അത്രയും ഇവിടുന്ന് എടുക്കണം. അപ്പോൾ നമുക്കിതാ നമ്മളിത് എവിടത്തിന് നമുക്ക് ഞാൻ വിളിച്ച് നോക്കാം, അവനെ പറയുന്നത് നോക്കാം ഗൈസ്. ഹലോ, ഓക്കെ. അവൻ്റെ പവർ ഇപ്പം കഴിയും ഗൈസ്. നമ്മൾ ചലഞ്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ടോ ഗൈസ്. എനിക്ക് ഈ നാട് വേണോ, എനിക്ക് ഈ നാട് വേണം പറഞ്ഞാൽ അധികം വേണം. എവിടെ ആളുകൾ എൻ്റെ മുന്നിൽ വാടാ, എന്നെ തോൽപ്പിക്കാൻ ഒറ്റൊന്നുമില്ല. ഹൾക്കേ, നീ എൻ്റെ ധൈര്യം ഉണ്ട്, എൻ്റെ മുന്നിൽ വാ ഹൾക്കേ. ഹൾക്കുകൾ, നിൻ്റെ മുന്നിൽ നിനക്ക് പിടിച്ച് നിൽക്കാൻ കഴിയില്ല. എനിക്കത് എൻ്റെ പവർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മാതിരി, എൻ്റെ സ്കെച്ച് കാണാൻ മാതിരി അറിയില്ല. പക്ഷേ എനിക്ക് ഇപ്പോഴും എൻ്റെ പവറുണ്ട്, അവരൊന്നും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ചലഞ്ചിൻ്റെ കാര്യം ഇവിടെ ആർക്കും അറിയില്ല എന്നാണ് തോന്നുന്നത്. പ്രകാശ്, ഇവനൊന്നും ഞാൻ തോൽപ്പിച്ച കാരണം ഫസ്റ്റ് ഇവനെ തോൽക്ക് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കട്ടെ. ഇവനൊക്കെ എൻ്റെ മുന്നിൽ വരാൻ ഞാനെത്ര ഇങ്ങനെ ഇരിക്കണു, ഇങ്ങനെ ആവുന്നത് ഗൈസ്. പവർ കുറയണത് മാതിരി ഞാൻ ഇങ്ങനെ ആവുന്നത് ഗൈസ്. എനിക്കത് മനസ്സിലാവണില്ല എത്ര ഞാൻ ഇങ്ങനെ ആവുന്നത്. ഇതാവുന്നെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല. എത്ര സംഭവിക്കുന്നത് പോലെ ഗൈസ്, എനിക്കത് സംഭവിക്കുന്നുണ്ട്. അതിന് ചെയ്യുക പോറട്ടെ. എടുക്കത് നമ്മൾ കൊണ്ട് തന്നെത്താനെ പോവുകയാണല്ലോ നമ്മൾ. ഇവനൊന്നും വണ്ടി, ഇവനൊക്കെ ധൈര്യം ഉണ്ട് എൻ്റെ മുന്നേ ചാടറാ. ഞാനങ്ങനെ എവിടെത്തി? എൻ്റെ ചെറു ഇതൊക്കെ എവിടെ പോയി? ഞാനെന്താ പറ്റി? എനിക്കെന്ത് പറ്റി? എൻ്റെ പവർ, എനിക്കെൻ്റെ പവർ വേണം. എനിക്ക് ആരാടാ എൻ്റെ പവർ പോക്കിയത്? ഹൾക്കാണോ? ഇതല്ലുള്ള ഹൾക്കിൻ്റെ ഇടുവനെ അവനെ മിക്കവാറും ഉണ്ടാവില്ല. ആരാടാ നീയാണോ എൻ്റെ പവർ നശിപ്പിച്ചേ? ആരാടാ? നിൻ്റെ കയ്യിലോട്ട് കടിച്ചാൽ നീ ഒരു തെറിച്ചലിനേ ഉള്ളൂ. നിന്നെ അടിച്ചാനാരാടാ നീ? നിനക്കൊരു ഇടിക്കുള്ളൂ. എൻ്റെ പവർ പോക്കിയാൽ